3 പ്രാവശ്യം അധികാരത്തിൽ വന്ന ശേഷം നരേന്ദ്രമോദി വിദേശയാത്രകൾ വർദ്ധിപ്പിക്കുകയാണ്. യുക്രൈനും റഷ്യയും സന്ദർശിച്ചതിലൂടെ മോദിക്ക് വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു. അടുത്തതായി മോദിയുടെ സന്ദർശനം അമേരിക്കയിലേക്കാണ്. 2014 അധികാരത്തിലേറിയ ഉടൻ തന്നെ ആദ്യ യാത്രകളിലൊന്ന് അമേരിക്കയിലേക്കായിരുന്നു. ഈ യാത്ര മോദിയുടെ ഒരു പ്രതികാര യാത്രയായി വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ RSSും BJPയും ഈ യാത്ര വൻ ആഘോഷമാക്കി മാറ്റിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മോദി നടത്തിയ പ്രസംഗം അമേരിക്കയിലെ ഇന്ത്യക്കാരെ മാത്രമല്ല സ്വാധീനം ചെലുത്തിയത്. വിദേശരാജ്യ സ്വീകരണങ്ങൾക്കും നയതന്ത്ര നടപടികൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് മോദി അന്ന് മനസ്സിലാക്കി തന്നു. മോദി നടത്തിയ ഈ പ്രസംഗം പ്രൈം ടൈമിൽ എല്ലാ മാധ്യമങ്ങളും തത്സമയം നൽകിയിരുന്നു. മോദിയുടെ ഈ സ്വീകാര്യത BJP ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായി ഉപയോഗിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം മോദിയുടെ കൈകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദിക്ക് പഴയ പ്രതിച്ഛായയില്ല. അമേരിക്കയിലേക്ക് സന്ദർശനത്തിനായി പോകുന്ന നരേന്ദ്രമോദിക്ക് പഴയ കഴിവില്ല. വോട്ട് നേടാനുള്ള മോദിയുടെ കഴിവ് പഴയതുപോലെ ഉണ്ടോ എന്നതും സംശയമാണ്. എപ്പോഴും തന്റെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പോരാടിയ മോദിക്കിനി അതിന് കഴിയില്ലെന്നുള്ളത് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ യാഥാർത്ഥ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും സംസ്ഥാന അടിസ്ഥാനത്തിലാക്കുന്നതിൽ പ്രതിപക്ഷം ജയിച്ചു. കൂടാതെ ഉത്തർപ്രദേശിൽ സംസ്ഥാന സർക്കാരിനെതിരായ അടിസ്ഥാന വർഗത്തിന്റെ അതൃപ്തിയും പരീക്ഷാ പേപ്പർ ചോർച്ചയുമെല്ലാം ഉയർത്തിയാണ് പ്രതിപക്ഷം കൂടുതൽ സീറ്റുകൾ നേടിയത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെയും ഇന്ത്യൻ ജനതയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിൽ ഒരു ഭാഗം മാത്രമേ BJP പിന്തുണയ്ക്കുന്നുള്ളൂ. അതിനാൽ അധികാരത്തിൽ വന്നാൽ പോലും സഖ്യകക്ഷികളുടെ കൂടെ BJPക്ക് നിലനിൽക്കാൻ കഴിയും. മാത്രമല്ല ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. അതിനാൽ കാശ്മീർ ജനതയുടെ രോക്ഷം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിനാൽ കാശ്മീർ താഴ്വരയിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള സഖ്യം പ്രചാരണം ഇപ്പോൾ വ്യാപകമാണ്. അവിടെയും അവരാണ് മുൻപിൽ. ചെറിയ പാർട്ടികൾ, സ്വതന്ത്രർ എന്നിവരെ പ്രോത്സാഹിപ്പിച്ചും മറ്റ് നടപടികളിലൂടെ വോട്ട് ഭിന്നിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. ലോക്സഭയിൽ നിന്ന് BJPയെ തകർക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ജാതി സെൻസസ് കാര്യത്തിൽ RSSന്റെ നിലപാട് മാറ്റിയത് മാറുന്ന രാഷ്ട്രീയത്തിന്റെ സൂചനയാണ്. രാഷ്ട്രീയത്തിൽ ജാതി സെൻസസ് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു. ജാതി സെൻസസിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഒരു പരിധിവരെ മഹാരാഷ്ട്രയിലും ഇത് പ്രകടമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം പല വോട്ടേഴ്സിനെയും സ്വാധീനിച്ചു. സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് പിന്നോക്ക വിഭാഗങ്ങളിൽ കാര്യമായി സ്വാധീനം ചെലുത്തുമെന്ന് മനസ്സിലാക്കിയാണ് RSS ജാതി സെൻസസിനെ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇതിനായി RSS നിരവധി ഉപാധികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാരുകൾക്ക് കണക്കെടുപ്പുകൾ നടത്താം, സർക്കാർ പദ്ധതികൾ വിവിധ വിഭാഗങ്ങളിൽ നടപ്പിലാക്കുന്നതിന് ഈ കണക്കുകൾ ഉപയോഗിക്കാം എന്നിങ്ങനെയാണ് RSS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. കൂടാതെ സമൂഹത്തെ വിഭജിക്കാനോ തിരഞ്ഞെടുപ്പിന് ആയുധമാക്കാനോ ഇത് ഉപയോഗിക്കരുതെന്നും RSS ആവശ്യപ്പെടുന്നു. ജാതി സെൻസസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നൽകിയ വാഗ്ദാനം എന്നത് എണ്ണത്തിനനുസരിച്ച് സംഭരണം എന്നായിരുന്നു. അതിനാൽ ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. ഓരോ സമുദായങ്ങളുടെയും എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരുടെ എണ്ണം നിർണ്ണയിക്കേണ്ടത്. ജനങ്ങൾക്ക് നൽകിയ വാക്ക് മറക്കാനോ അത് നടപ്പിലാക്കാതിരിക്കാനോ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. അതിനാൽ ഇന്നല്ലെങ്കിൽ നാളെ ജനസംഖ്യ അനുസരിച്ച് ഓരോ സമുദായത്തിനും നൽകാനുള്ള ശ്രമം അദ്ദേഹം നടത്തും. ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കാതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് പാർലമെന്റിൽ പല പ്രാവശ്യം രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ പിന്നോക്ക വിഭാഗങ്ങളിലെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ പിന്തുണയ്ക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഗ്രാമീണ മേഖലകളിലെ മരവിപ്പും എല്ലാ അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള അതൃപ്തിക്കാണ് ഇടയാക്കിയത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം വളരെയേറെ അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. RSSന്റെ പ്രധാന ലക്ഷ്യം ജാതിക്ക് അതീതമായി ഹിന്ദു ഐക്യം എന്നായിരുന്നു. നരേന്ദ്രമോദിയിലൂടെ ഏറെക്കുറെ ഇത് സാധ്യമാക്കാനും RSSന് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 2ാം തവണയും അധികാരത്തിലെത്താൻ BJPയെ സഹായിച്ചതും ജാതി രാഷ്ട്രീയത്തിനുമേൽ ഹിന്ദുത്വ തന്ത്രങ്ങൾ നേടിയ വിജയത്തിന്റെ ഫലമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മനസ്സില്ലാതെയാണ് RSS ജാതി സെൻസസിന് പാലക്കാട് അംഗീകാരം നൽകിയെന്നുള്ളതും ഒരു വസ്തുതയാണ്. ജമ്മു കാശ്മീർ, രാമക്ഷേത്രം തുടങ്ങി ഹിന്ദു ഏകീകരണ വിഷയങ്ങളുടെ പുതുമയും പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് നിയമവും ഇപ്പോൾ കാര്യമായി ഫലവത്താകുന്നില്ല. ജാതിയുടെ പേരിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള ആയുധങ്ങൾ ഇപ്പോൾ RSSന്റെയോ മോദിയുടെ കൈകളിലില്ല. ഹരിയാനയിൽ അടുത്തിടെ പശുവിന്റെ പേരിൽ നടന്ന ക്രൂരമായ കൊലപാതകങ്ങൾ ആക്രമണത്തിലൂടെ ചേരിതിരിവിന് ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു വിഷയങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങളെ രണ്ടായി തരംതിരിച്ച് ആക്രമിക്കുക എന്നുള്ള തന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് സാമുദായിക വികാരങ്ങൾ രൂപീകരിക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ്
തടയാനാണ് പലരും ശ്രമങ്ങൾ നടത്തുന്നത്. അതിനെതിരെ ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കണം. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ വിമർശനങ്ങളും ഉയർത്തുന്നത്. അദ്ദേഹം പ്രധാനമായി മുൻഗണന നൽകിയത് ഗവൺമെന്റിന്റെ പരാജയത്തിനാണ്. BJP സർക്കാർ ഇത്തരം കുറ്റക്കാരെ വെറും കൈയോടെ വിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രതികൾക്ക് ധൈര്യം ലഭിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിനെതിരായ അതിക്രമങ്ങൾ ദിനംപ്രതി ഉയരുമ്പോഴും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ BJP സർക്കാർ മൗനമായി അതെല്ലാം കണ്ടു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നു. സർക്കാരിന്റെ നടപടികളെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. മോദി സർക്കാരിന്റെ മൗന നടപടികളെ എത്രയും വേഗം അവസാനിപ്പിച്ച് അക്രമകാരികളെ നിയന്ത്രിക്കണമെന്നും ഇത്തരം അക്രമ നടപടികൾക്കെതിരെ ശക്തമായി നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറയുന്നു. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആര് വിജയിക്കുമെന്നും അധികാരത്തിലേറുമെന്നും കണ്ടറിയാം.